നമ്മുടെ വലിയ ശിമ്പയുടെ ചോദിക്കണ്ടല്ലോ. നമ്മുടെ വലിയ ശിമ്പയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ഐശ്യും ഇതണ്ട എല്ലാവരും ഇവിടെ ഉണ്ട്. കണ്ട, നമ്മുടെ വലിയ ശിമ്പ ഇവിടെ തന്നെ ഉണ്ട്. കണ്ടോ, രാത്രി ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. എനിക്കാണെങ്കിൽ ഇന്ന് സുഖമില്ലാതിരിക്കുകയാണ്. കിടക്കണുണ്ട് ഒരാൾ, പാവം. എനിക്കിന്ന് ഒട്ടും ഒരു സുഖമില്ല. എന്താ വെച്ചാൽ രാവിലെ തുടങ്ങിയതാണ്. ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ, എന്താണെന്നറിയില്ല. പക്ഷെ ഇവരെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും. ഐശു ഇങ്ങോട്ട് പോമാ. ഡേ പെണ്ണേ, ഇറങ്ങ്, താഴെ ഇറങ്ങ്. അടി കിട്ടും. കൂട്ടിൻ്റെ താഴെ ഇറങ്ങ്. നീലക്കണ്ണ ചിമ്പ കൊണ്ടുപോയിട്ടാണ്. ചിമ്പോ അവിടെ ശിമ്പോ ഇട്ടിട്ട് ശിമ്പോ നമ്മുടെ ശിമ്പോ ഇട്ടിട്ട്. ഓ, ശിമ്പ സംസാരിക്കും. ശിമ്പ, ഇന്ന് ഉമ്മക്ക് വയ്യ മോനെ. ഉമ്മക്ക് വയ്യടാ, ചെവി ഉണ്ടല്ലേ. പിന്നെ ഞാൻ ഇവനെ ഇറക്കി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ടേ ഉള്ളൂ. അവരവരുടെ ഇഷ്ടം കൊണ്ട് മാത്രമേ ഇരിക്കുകയുള്ളൂ. നിർബന്ധിച്ച് പിടിച്ചിരുത്തിയാലൊന്നും അവരിയ്ക്കില്ല കേട്ടോ. ഇതെന്നെ ഐശു. ഐശുമ ഒരു ഉമ്മതടി. ഐശുവിന് ഈ അരച്ചല്ലേ, എന്നെ അലച്ചല്ലേ. കൂട്ടിക്ക് ഇറങ്ങണ്ടപ്പോ ഞാൻ താഴേക്ക് ഇറങ്ങും. അവിടെ പോയി കളിച്ച ഐസ്മ ഈ ചാട്ടം അതൊക്കെ തന്നെ. വേണ്ട, ഫുഡൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ മാറ്റി വെച്ച് ശിമ്പ കളിക്കണം അവിടെ. ഐസ്മ ബാ, നമ്മള് പൊന്ന ഐശ്വന് ഇന്ന് ഇത്തിരി ചാട കൂടുതലാണ്. ജാടയൊന്നുമല്ല, അവളിങ്ങനെ നടക്കാം. എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണമായതുകൊണ്ട്, ഈ ചൂട് കൂടുതലായതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ. എന്താ ചിത്രക്ക് ക്ഷീണം അങ്ങനെ വരാറില്ല. ഇടയ്ക്ക് ചെറിയ ചെറിയ ക്ഷീണങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ ഇന്ന് വല്ലാത്തൊരു ക്ഷീണം ഒരുമാതിരി. ഇത് സിംബ അവിടുത്തെ കിടന്ന് വാലാട്ടിക്കൊണ്ടിരിക്കുന്നു. സിംബു ഇവിടെ പൊന്നാടി. ശിമ്പു ഡി ശിമ്പു, ഫുഡ് വയറ് നിറയെ കഴിക്കുക. എന്നിട്ട് ഇതേ അവിടെ കൊണ്ടുപോയി ഛർദ്ദിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, അത്രയും ഫുഡ് വേസ്റ്റ് ആക്കുക. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ കൺട്രോൾ ഇല്ലാതെ കഴിക്കും. ഐസ്മ ഇച്ചു ഇമ്മടി പൊഞ്ഞ ഓടി 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 ഓടിയ വാ. നമ്മള് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക തോന്നുന്നു. പൊന്നെ, നീ മമ്മ കഴിച്ചില്ലടി. ആ ചെറുത് കാണിക്കണട്ടോ. അതുകൂടെ ഒരു ഉറുമ്പ് പോകുന്നുണ്ട്, അതിന് പിടിക്കാൻ പോവാ. ഉറുമ്പിൻ്റെ പാട്ടിന് ഓടിപ്പോയി. അവിടെ ഇപ്പോഴും പിടിക്കാൻ പോയി നിൽക്കുക. അതെവിടേക്കാണ് പോയി നമുക്ക് അറിയുന്നില്ല. ഇതാണ് നമ്മുടെ ചെവിയൊക്കെ താൻ. അവനെ എല്ലാവർക്കും അങ്ങനെ അറിയുള്ളൂ. അവന് കേൾവി കുറവുണ്ട്. അതൊരു കുറവൊന്നുമല്ല കേട്ടോ. അവന് നമ്മുടെ മുഖത്ത് നോക്കി നമ്മൾ എന്താ പറയണം എന്നുള്ളതാണ് മനസ്സിലാവും. പോയി അത് പോയി. ഇനി അവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ല. ഈ പാലക്കാട് ജില്ലയിൽ ഒരാഴ്ചയായിട്ട് ഭയങ്കര ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാലും പോരാ. കാലത്ത് ഒരു 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെയിലിൻ്റെ ചൂട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. വെള്ളമൊക്കെ എത്ര കുടിച്ചാലും മതി വരുന്നില്ല. അതാണ്. കുറേ പേര് എപ്പോഴും മേലത്തെ പൂച്ചേനെ പറ്റി ചോദിക്കേണ്ട. മേലത്തെ പൂച്ചയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് പിന്നെ ഡെയിലി വന്നിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ കുട്ടാപ്പിന് ഞാൻ താഴെയാണ് വിട്ടിട്ടുള്ളത്. ഐശോ നിന്നവിടെ തന്നെ നിന്നുകൊണ്ടിരിക്കുന്നു. എന്താടി പിന്നെ എന്താ മോളെ? ഇത് നമ്മുടെ നീലക്കണ്ണൻ കിടക്കണം. നീലക്കണ്ണൻ ദേവനും അവിടെ പോയി കിടക്കണം. ദിവസം രാവിലെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ചിങ്ങനെ കഴുകി വൃത്തിയാക്കിയിടും. മുഖമൊക്കെ വല്ലാണ്ടിരിക്കേണ്ടതൊന്ന് മുഖം കഴുകിയിട്ട് പോലുമില്ല. എന്ന് വെച്ചാൽ കിടക്കുമായിരുന്നു. കിടന്ന് ഇവർക്ക് വൈകിട്ട് ഫുഡ് കൊടുക്കണ്ടേ. നമുക്ക് എത്ര വൈകിലും ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. അവിടെ ആണെങ്കിൽ ലൈറ്റിന് വെളിച്ചമുണ്ട്. ഞാൻ ഫോൺ ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഉള്ള വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കാണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മുകളിലേക്ക് വന്നത്. എത്ര വൈകിലും അവിടെ കിടക്കില്ല. ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് വരാൻ തന്നെ വയ്യ. അങ്ങനെയൊക്കെ പിടിച്ച് കയറി വന്നു. നമുക്ക് ഇവരെ നോക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കറക്റ്റ് സമയത്ത് അവർക്കുള്ള ഭക്ഷണവും വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും.
ആ ഇവിടെ അതെ നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ആ വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ തലവേദന എടുക്കും. ഇന്ന് പിന്നെ ക്ഷീണമുള്ള ദിവസവും കൂടി ആയതുകൊണ്ട്. പിന്നെ എത്ര തന്നെ വയ്യെങ്കിലും ഇവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഇതാക്കി നടക്കുമ്പോണ്ടല്ലോ ആ വയ്യായിക അത്രയ്ക്കൊരു കാര്യമായിട്ട് തോന്നില്ല. അതാണ്. അതെ നീലക്കണ്ണം പോകുന്നു. മറ്റുള്ളവരിത് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ഒക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുവാണ് ഇവിടെ. അവർക്ക് വേറെ പണിയും വേണ്ട. ചെറുത്തതേ അവിടെ പോയി കിടക്കണം. പിന്നെ എന്താ പറയുക, നമ്മുടെ പൂച്ചകൾ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ പൂച്ചകളെ കുറേ പേര് ചോദിക്കും, എന്നാലും പൂച്ചനൊന്നും കൊടുക്കുന്നില്ല. നമ്മുടെ മക്കളെ പോലെ അവരെ വളർത്തുന്നതുകൊണ്ട് ഇവരൊക്കെ എപ്പോഴും ഇവിടെ ഉണ്ടാവും. പിന്നെ പുതിയ കുട്ടികൾ ഉണ്ടാകുമ്പോഴാണ് ആരെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അത് തമിഴ് കുറച്ച് വർക്കിന് വേണ്ടി തമിഴ് കൂടുതൽ സംസാരിച്ച് ഇതായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തമിഴ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഐഷ്മ ഇവിടെ വാ. ഐശ്വന്തി കണ്ടില്ല, അലിഞ്ഞുകൊണ്ട് നടക്കുന്നത് ഫുഡ് കഴിക്കുന്നുണ്ട്. കഴിക്കുക, വയറ് നിറയ്ക്കുക, അവിടെ കൊണ്ട് ഛർദ്ദിച്ച് കളയുക. ഐസുട്ടി ഐസുട്ടി ശിംബു ശിംബു അവിടെ ശിംബു എവിടെ? ശിംബു നമ്മുടെ ശിംബു എവിടെ? ഇവർക്ക് ചൂടെടുക്കുന്നുണ്ട്. അപ്പോൾ അവന് അല്ല ഈ തണുപ്പത്ത് ഇങ്ങനെ ഇവർക്ക് അല്ലെങ്കിൽ തന്നെ ഇവരങ്ങനെയാണ്. തണുപ്പ് ഇങ്ങനെ നോക്കി നിരത്തി ഇങ്ങനെ കിടക്കും. പിന്നെ ഒരു കാര്യം, ഞാൻ കാലത്ത് മുതൽ ഇങ്ങനെ നല്ല സുഖമല്ലേ ഞാൻ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുമണി ഉണ്ടല്ലോ, ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ എണിക്കും, കുറച്ച് വെള്ളം കുടി, കുട്ടികൾ ക്ലാസ്സിൽ പോയിക്കല്ലേ. പിന്നെ ഞാൻ നല്ല വയ്യാന്ന് തോന്നിയപ്പോൾ മോനെ വിളിച്ചു. പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കൊണ്ട് തന്നു അവൻ. എന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡ് വാങ്ങിച്ചു കൊണ്ട് തന്നിട്ട് അവൻ പോയി. എന്തിപ്പോൾ ഞാൻ അവിടെ കിടന്നോ. പിന്നെ അവൻ വേഗം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. എനിക്ക് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ഓടി വന്നു കേട്ടോ. ഫുഡ് വാങ്ങിച്ചു വന്ന് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ക്ലാസ്സിന് പോയി. ക്ലാസ് ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്ക് നേരത്തെ വന്നു. എന്നിട്ട് ഇപ്പം അവനിങ്ങനെ അവർക്ക് എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കും, എങ്ങനെയുണ്ടമ്മ, കുറവുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ഈ രാവിലെ മുതൽ ഈ കിടത്തം തന്നെയാണ്. പിന്നെ ഉച്ചയ്ക്ക് വന്ന് കുറച്ച് ഫുഡ് കൊടുത്ത് ഇവർക്ക് വീണ്ടും പോയി കിടന്നു. ഞാൻ പോലും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. മോൻ വാങ്ങിക്കൊണ്ട് തന്നിട്ടാണ് ഉച്ചയ്ക്ക് ഞാൻ ഇത്തിരി ഫുഡ് കഴിച്ചത്. രാവിലെ മുതലൊന്നും കഴിക്കാതിരുന്നിട്ട് പിന്നെ ഇപ്പോൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നു. ഇന്നത്തെ രാത്രിത്തെ ഫുഡും പുറത്തുനിന്ന് തന്നെയാണ്. എന്താ വെച്ചാൽ എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ വയ്യ, അത്രയ്ക്ക് സുഖമില്ല, ഭയങ്കര ക്ഷീണം കാര്യങ്ങൾ. നാളെ ശരിയാവുമായിരിക്കും ഇൻഷാ അല്ലാ. ഇന്ന് എന്തായാലും ഓക്കെ അല്ല. എന്താ വെച്ചാൽ കണ്ടോ മുഖമൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നുണ്ടല്ലേ. വായിച്ചോ വാ. ഒരു ദിവസം നമ്മൾ വയ്യാണ്ടായി കഴിഞ്ഞുണ്ടല്ലോ, അന്നത്തെ ദിവസം മൊത്തത്തിൽ പോക്കാണ്. നമുക്ക് ഒരുമാതിരി നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ തന്നെ വയ്യാത്തൊരവസ്ഥയാണ്. അപ്പോഴും നമ്മൾ പതുക്കെ എണിച്ച് എങ്ങനെയെങ്കിലൊക്കെ കുറച്ച് വീട്ട് ജോലികളൊക്കെ ഇങ്ങനെ ചെയ്യും. എല്ലാം കൂടെ അവിടെ കിടക്കണ്ടേ. അപ്പം അങ്ങനെ ശിംബു പൊന്നു വിടുവാ. ശിംബുന്ന് വിളിച്ചപ്പോൾ ഏത് ചോദിക്കാനല്ലേ പറഞ്ഞേ. ഓ ശിംബു സംസാരിക്കുന്നുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോയിൽ ഇത്രയും നേരം ഇപ്പോൾ സംസാരിച്ചുകൊണ്ട്. ഇടയ്ക്ക് ചെറിയ വീഡിയോ വല്ല കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോസിലൊക്കെ ഇങ്ങനെ വന്ന് കുറച്ചൊക്കെ സംസാരിച്ച് പോകും. പക്ഷേ ഇത്രയും നേരം എന്നെ കാണിച്ച് ഞാൻ സംസാരിക്കാറില്ല. എനിക്ക് യൂട്യൂബിൽ ഈ വീഡിയോ ഇടുന്ന സമയത്ത് എന്നെ ഫുള്ളായിട്ട് ഇതിൽ കയറിയിട്ട് സംസാരിക്കില്ല. അതൊന്നും ഇഷ്ടമല്ല എനിക്ക്. ചില ആൾക്കാർ കളിയാക്കും, എപ്പോൾ നോക്കിയാലും നായിൻ്റെയും പൂച്ചൻ്റെയൊക്കെ വീഡിയോസ് മാത്രമേ ഇടണമെന്ന് തോന്നുന്നു. എനിക്ക് എന്താണ് ഇഷ്ടം അതല്ലേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ വീഡിയോ ഇടും. പിന്നെ എന്നും നമ്മൾ ഹാപ്പി ആയിട്ട് നമുക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. എന്തിനാണ് എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഡിപ്രഷനായി അതും ഇതും ആലോചിച്ച് ജീവിതം ഒന്നല്ലേ ഉള്ളൂ. നാളെ എന്ന് പറയുന്നതിന് ഒരു ഉറപ്പില്ലാത്തൊരു ഇതാണ്. അപ്പോൾ ഇരിക്കുന്ന കാലം വരയ്ക്കും ഹാപ്പി ആയിട്ടിരിക്കുക. ഇപ്പം ഇന്ന് സുഖമില്ലാത്ത ഒരവസ്ഥ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് കാലത്ത് നല്ല ക്ഷീണം വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് മരിക്കാൻ ഒരിക്കലും പേടിയില്ല. ദൈവം ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മരിക്കും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ചില ആൾക്കാർ മരിക്കുക എന്നുള്ള ഒരു ഇതൊന്നുമില്ല. അവർക്ക് നാളത്തെ കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ നേടും അല്ലെങ്കിൽ ഒരുപാടുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നാളേക്കെന്ന് പറയാൻ നമ്മളൊന്നും ചിന്തിക്കാനുള്ളതൊന്നുമില്ല. സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്ത് സംഭവിച്ചു പോവാം. ഈ ഇരിക്കുന്ന ഞാൻ ചിലപ്പോൾ നാളേക്ക് ഉണ്ടായെന്ന് വരില്ല. അതാണ് പടച്ചവൻ എന്താണ് വെച്ചിരിക്കുന്നത് അതുപോലെയൊക്കെ നടക്കും. പിന്നെ ആയുസ്സും ആരോഗ്യം പടച്ചവൻ്റെ അനുഗ്രഹമാണ് ആയുസ്സും ആരോഗ്യം തരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്ന് ഞാൻ വയ്യാണ്ടായപ്പോൾ പോലും പെട്ടെന്ന് ചിന്തിച്ചു അതാ, ഇന്ന് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും. മക്കളെ ക്ലാസ്സിൽ പോയി ഞാൻ തനിച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് വയ്യാത്ത അവസ്ഥയായിരുന്നപ്പോഴാണ് മോനെ വിളിച്ചത്.
അത് ക്ഷീണം കാര്യങ്ങളും വന്നപ്പോൾ എനിക്ക് ചെറുതായിട്ട് ബീപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ഹാർട്ടിന് ഭയങ്കരമായിട്ട് ഇതാവും. പിന്നെ കൈയും കാലൊക്കെ കുഴയാൻ തുടങ്ങും, നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും ഒരു മരണപ്രാളം പോലെ ആവും കുറച്ച് നേരത്തിന്. പിന്നെ മോനെയൊക്കെ വിളിച്ചതായി, മോനൊക്കെ വന്ന് അവനെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായി. പക്ഷെ അതിൻ്റെ ക്ഷീണം ആ ഒരു അത് വിട്ടു പോകുന്നില്ല, അത്രയേ ഉള്ളൂ. ഇവർ ഇതേ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാനുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഇവരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. എൻ്റെ വയ്യായികത്ത് ഞാൻ ചെന്നിട്ട് മോൻ കഴിക്കാൻ ഇനി ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരും. രാത്രിത്തെ ഫുഡ് ഇന്ന് പുറത്തുനിന്നാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതേ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവരെ കാണിക്കാൻ പറഞ്ഞവരോട് കാണിക്കുന്നതാണ്. അവരെപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. എൻ്റെ ഐസ് കണ്ടില്ലേ, ഐസിൻ്റെ കണ്ണ് റെഡ് കളറായിട്ട് ഇരിച്ചത് കാണുന്നത്. ഐസിന് നല്ല ഉറക്കം വരേണ്ടി തോന്നുന്നു. ഇപ്പോൾ രാത്രി കഴിഞ്ഞാൽ ഈ ഹീറ്റിങ്ങിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ രാത്രി ഭയങ്കര ബഹളം. അവൾ വിളിച്ചുകൊണ്ടേയിരിക്കും. അടി സ്നേഹം കാണിച്ചൊക്കെ അടിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു ഉമ്മയല്ലേ ചോദിച്ചോളൂ ഉമ്മ. അത് ഹീറ്റിങ്ങിൻ്റെ ആ ഒരു ഇതായതുകൊണ്ട് കേട്ടോ ദേഷ്യം വരുന്നത്. അല്ലെങ്കിൽ അവൾ അങ്ങനെ കടിക്കല്ല. ഹീറ്റിങ്ങിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ അവളിങ്ങനെ ഇതാവും. ഭയങ്കര ദേഷ്യമാണ്. മറ്റുള്ള പൂച്ചനെയൊക്കെ ഇട്ട് തല്ലിലും കടിയൊക്കെയ. അടുത്ത് കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടിച്ച് ഉരുട്ടുള്ളൂ. അല്ലാത്ത സമയമൊക്കെ ആൾ ഭയങ്കര ഇതുണ്ട. എന്താ പിന്നെ കണ്ട, ഇപ്പോൾ ഓക്കെ ആയില്ലേ. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഇതാവും. ഹീറ്റിങ് ആയിട്ടുണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ട് 2-3 മാസമായില്ലേ. ഇപ്പോഴൊന്നും പ്രസവിക്കണ്ട കേട്ടാ. ഇപ്പോൾ പ്രസവിക്കണ്ട, എന്നെക്കൊണ്ട് വയ്യ നോക്കാൻ. നിൻ്റെ മക്കളുടെയും കുട്ടികളുടെയും നോക്കി തന്നെ എനിക്ക് ഇങ്ങനെ ആയത്. എനിക്ക് വയ്യപ്പാ, പതുക്കെ മതി. പിന്നെ ഇവളുടെ ഡെലിവറി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സർജറിക്ക് പോകണമെങ്കിൽ അത് ഇവൾക്ക് പറ്റില്ല. ഇവൾക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നമുണ്ട്. ഇവൾ ഇടയ്ക്കിടയ്ക്ക് ഡിപ്രഷനായിട്ട് ഒരുമാതിരി ഒരു ഇതാണ്. കണ്ടില്ലേ, വാലൊക്കെ കടിച്ച് പൊട്ടിച്ച് വാലൊക്കെ മുറിഞ്ഞ് അവൾ കടിച്ചെടുത്തതാ ഒരു സമയമാകുമ്പോൾ. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, ഡിപ്രഷൻ കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഹീറ്റിങ്ങിൻ്റെ ടൈം ആകുമ്പോൾ അവൾ ചെയ്യുന്ന പരിപാടിയാണ്, നമ്മളെ തൊടാനൊന്നും സമ്മതിക്കില്ല. നമ്മളെ നല്ല പൂച്ച ഇത് കണ്ടോ, ആ തടവുന്നതിൻ്റെ ഒരു സുഖമുണ്ട് അവൾക്ക്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കടി എനിക്ക് വെക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് നിൽക്കുക. കണ്ടില്ലേ, കടിക്കുക പറഞ്ഞാൽ സ്നേഹം കൊണ്ട് തന്നെയാണ്. പക്ഷെ നമ്മൾ കൈ പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ പല്ലു കൊള്ളും. എൻ്റെ കുട്ടി കിടന്നു കേട്ടോ അവിടെ. ഇത് എൻ്റെ നീലക്കണ്ണൻ കിടക്കുന്നു. നീലക്കണ്ണ അവിടെ കിടന്നു. ഇത് നമ്മുടെ ശിമ്പക്കൂട്ടൻ. നിന്നെ പിടിച്ച് കൂട്ടിലൊന്നും കൂട്ടില്ല, നീ അവിടെ കിടന്നു. ഓ ഇതുണ്ട്, ഐശു കടിച്ചതാണ്. ഈ സമയത്ത് ഹീറ്റാവുമ്പോൾ ഇവരിങ്ങനെ പോകില്ല. ഇതാണ്ടോ മുറിയുണ്ടോ, ഐശു കടിച്ചിട്ട്. എന്തിനാ ഉണ്ടെന്ന് ഇങ്ങനെ തല്ലി വാങ്ങിക്കാൻ പോകുന്നു എൻ്റെ സിംബ? നോക്കാം, ചെവിയൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പോകണ്ട കേട്ടോ ഇപ്പോൾ ഞാൻ. പക്ഷേ ഹീറ്റിംഗ് ടൈം ആകുമ്പോൾ അവരെന്തായാലും അടുത്ത് പോകും. അപ്പോൾ അവൾക്ക് ദേഷ്യം വരും. അപ്പോൾ അവൾ നല്ല തല്ലും കൊടുക്കും, കടിയും കൊടുക്കും. പറഞ്ഞേ കേൾക്കണ്ടേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പോയിട്ട് താഴെ പോയിട്ട് കൈകാലുമൊക്കെ ഒന്ന് കഴുകി കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ. വെളിച്ചം ഇവിടേക്കാണുള്ളത്. എനിക്കാണെങ്കിൽ ഈ മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. ലൈറ്റിൻ്റെ വെളിച്ചത്തേക്കൊന്നും നോക്കാൻ പറ്റില്ല, തലവേന ഇളകും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അപ്പം എല്ലാവരുടെ വയ്ക്കും. ഓക്കെ, ബൈ. നിൽക്കണ്ണ ബൈ പറഞ്ഞേ. ഐസ്മാ ബൈ.